ഇവൻ ആള് വിദേശിയാട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ആയുർവേദ ഔഷധങ്ങളൊന്നും എനിക്ക് പരിചയത്തിലില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. അപ്പൊ സംഗതി ഇത് പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുഞ്ഞുമക്കളെ കുളിപ്പിക്കാനായിട്ടൊക്കെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതിന് പകരമായിട്ട് ഒലിവ് ഓയിൽ തേച്ച് കുളിപ്പിക്കുന്ന ഒരു പരിഷ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗൾഫുകാരൊക്കെ വരുമ്പോൾ ഒരു പച്ച ടിന്നിൽ ഇങ്ങനെ കൊണ്ടുവരാറുണ്ടല്ലോ. ഇന്നിപ്പോ അതൊന്നും അല്ല കേട്ടോ സ്ഥിതി. ഇത് നമുക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഉള്ളിലേക്ക് കഴിക്കുന്നതിനും സംഗതികളൊക്കെ വറക്കുന്നതിനും ഒക്കെ ഉപയോഗിച്ചു വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്നത്തെ വീഡിയോയില് ഇത് ഏതേത് അവസ്ഥയിലൊക്കെ ഉപയോഗിക്കാം, ഇതിന്റെ ആരോഗ്യ ഗുണങ്ങള്, ഇതിന്റെ പ്രത്യേകതകള്, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ സേവ്യർ. ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയില് മെഡിറ്ററേനിയൻ ഡയറ്റിന്റെ ഒരു ഭാഗമാണ്. അതായത് 90% വെജിറ്റേറിയൻ ആണെന്ന് പറയാം. അതിന്റെ കൂടെ അവര് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എണ്ണയുടെ ഉപയോഗത്തിനായിട്ട് ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചു വരുന്നത്. കാരണം അതിന് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ളത് കൊണ്ടാണ്. അത് ഇന്നത്തെ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നതായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് ഹൃദയത്തിന്റെ ആരോഗ്യം കാത്തു രക്ഷിക്കുന്നതിന് വേണ്ടതായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നീർക്കെട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രോഗാവസ്ഥകൾ, രക്തവാതവും IBS അതുപോലുള്ള പല രോഗാവസ്ഥകളും, ഒപ്പം തന്നെ ശരീരത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ പോലും നിർഹരിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന് സഹായകരമാണ് ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ പതിവായിട്ട് ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്നത്. ഒരു ആധുനിക കാഴ്ചപ്പാടനുസരിച്ച് ഇതിന് ഈ പ്രത്യേകതകളുള്ള ഒരു ഓയിലാക്കി മാറ്റുന്നത് ഇതില് ധാരാളമായിട്ട് മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഗുഡ് കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഹൃദയധമനികളുടെ ആ എലാസ്റ്റിസിറ്റി ഉണ്ടല്ലോ, എലാസ്റ്റികത, അത് നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നുണ്ട്. അതുവഴി ബ്ലഡ് വെസലുകളിലേക്കുള്ള, രക്തധമനികളിലേക്കുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നുണ്ട്. അതുവഴി ബ്ലഡ് പ്രഷർ ഒക്കെ കുറയുന്നതിനും നിയന്ത്രിച്ചു നിർത്തുന്നതിനും ആ രീതിയിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നുണ്ട്. ബ്ലഡ് പ്രഷർ കുറയുന്നതായിട്ട് കാണപ്പെടുന്നുണ്ടെന്നതിന് പുറമെ ആർത്തറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഹൃദയത്തിന്റെ പേശികളെ ബാധിക്കുന്ന രോഗാവസ്ഥ നിയന്ത്രിച്ചു നിർത്തുന്നതിന്, അത് കൂടുതലായിട്ട് ബാധിക്കാതിരിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ പതിവായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇത്തരം ഗുണങ്ങളൊക്കെ ലഭിക്കാനായിട്ട് ഇടയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ആന്റി ഇൻഫ്ലമേറ്ററി എഫക്ട്സ് ഉള്ളതുകൊണ്ട് ഈ IBS രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓയിലാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. IBS രോഗികളോട് പൊതുവെ കൊഴുപ്പടങ്ങിയ എല്ലാ സംഗതികളും, എല്ലാത്തരം എണ്ണ പലഹാരങ്ങളും, എണ്ണയിലിട്ട് വറുത്ത സംഗതികളും, എണ്ണയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഇത്തരക്കാർക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ചെറിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് വിരോധം ഉണ്ടാവില്ല, പലതരത്തിലുള്ള ഗുണങ്ങളും അനുഭവിക്കാവുന്നതാണ്. ഈ IBS പോലെ തന്നെ രക്തവാത രോഗികളോടും എണ്ണയിൽ വറുത്ത സംഗതികളും, വറുത്തതും പൊരിച്ചതും എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അത്തരക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷനാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. അപ്പൊ അതിൽ ഈ നീർക്കെട്ടിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട്, നീർക്കെട്ടിനെ കളയുന്നതിനുള്ള ഘടകങ്ങൾ ഇതിലുള്ളത് കൊണ്ട് രക്തവാത രോഗികളെ ബാധിക്കില്ല എന്നാണ് ആധുനിക ശാസ്ത്രം അവകാശപ്പെടുന്നത്. മറ്റൊരു പ്രധാന ഘടകം ഫ്രീ റാഡിക്കൽസിനെ നിയന്ത്രിക്കുന്നു. അതായത് നമ്മുടെ ചയാപചയ പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന, ദഹനേന്ദ്രിയ വ്യൂഹത്തിലും രക്തചംക്രമണ വ്യവസ്ഥയിലും കടന്നുകൂടുന്ന ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതിനുതകുന്നതായ ഘടകങ്ങൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതുവഴി പല രോഗാവസ്ഥകളെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. ഒപ്പം തന്നെ ചർമ്മ സംരക്ഷണത്തിനും സഹായകരമാകുന്നുണ്ട്. വൈറ്റമിൻ ഇയും ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിൽ അടങ്ങിയിട്ടുള്ള പോളിഫിനോൾസും അതുപോലെ വൈറ്റമിൻ ഇയും ഒക്കെയാണ് ഈ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കുന്നതിന് സഹായകരമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ സെല്ലുലാർ ഡാമേജസിനെ റിപ്പയർ ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഉപകാരപ്പെടുന്നു. മറ്റൊരു പ്രയോജനം ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ഗണത്തിൽപ്പെടുന്ന അൽഷിമേഴ്സ് പോലുള്ള രോഗാവസ്ഥകളെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതിനു വേണ്ടതായ ഘടകങ്ങളും ഈ ഒലിവ് ഓയിലിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് പറയുന്നു. മറ്റൊരു പ്രധാന പ്രയോജനം, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുന്നത് വഴി പ്രമേഹ രോഗികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് ഉപയോഗിക്കാവുന്ന ഒരു എണ്ണയാണ് ഒലിവ് ഓയിൽ. പ്രമേഹം വർദ്ധിക്കാൻ സാധ്യതയില്ല എന്നർത്ഥം. മറ്റൊരു വളരെ ഉപകാരപ്രദമായ അറിവ് സ്കിൻ ക്യാൻസറും കോളൻ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതായത് സ്തനാർബുദം, ചെറുകുടലിനെയും വൻകുടലിനെയും ഒക്കെ ആശ്രയിച്ചുണ്ടാവുന്ന അർബുദ രോഗങ്ങള്,
അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാവുന്ന ക്യാൻസർ രോഗങ്ങൾ, ഇത്തരം രോഗാവസ്ഥകളൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. കാരണം മുൻപറഞ്ഞ രീതിയിലൊക്കെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, ഫ്രീ റാഡിക്കൽസിനെയൊക്കെ നിർവീര്യമാക്കുന്നതിനൊക്കെ സഹായകരമായ ഘടകങ്ങൾ ഇതിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള അർബുദം ബാധിച്ച അർബുദ രോഗികൾക്കും അതുപോലെ ഇത്തരത്തിലുള്ള അർബുദം ബാധിക്കാതിരിക്കുന്നതിനും ഒലിവ് ഓയിൽ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നതായിരിക്കും. മുൻപ് പറഞ്ഞ രീതിയിലുള്ള ഘടകങ്ങളൊക്കെ ഇതിലുള്ളത് കൊണ്ട് കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ദഹനേന്ദ്രിയ വ്യൂഹത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും മറ്റു രോഗാവസ്ഥകളെ പ്രതിരോധിക്കുന്നതിനും കരളിനെയും ദഹനേന്ദ്രിയ വ്യൂഹത്തെയും ബാധിച്ചുണ്ടാകുന്ന മറ്റു രോഗാവസ്ഥകളെയൊക്കെ നിയന്ത്രിക്കുന്നതിന്, അകറ്റി നിർത്തുന്നതിനും സഹായകരമാകുന്നുണ്ട് ഒലിവ് ഓയിൽ പതിവായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് എടുക്കുമ്പം ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. നമുക്ക് പുറമെ അഭ്യംഗത്തിനൊക്കെ സാധാരണ ഒലിവ് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ അതിന്റെ ആ പ്യൂരിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് നടന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആ പ്രോസസ്സ് വ്യത്യസ്തമാണ്. ആ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ വേണം ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒരു കോസ്മെറ്റിക് പോയിന്റ് ഓഫ് വ്യൂല്, അതായത് ഹെയർഫോള്, മുടിയിഴകൾക്ക് ബലം നൽകുന്നതിന്, താരൻ ഇല്ലാതാക്കുന്നതിന്, സ്കാൽപ്പില് തലയോട്ടിയിലുണ്ടാകുന്ന ഡ്രൈനെസ് ഒക്കെ ഇല്ലാതാക്കുന്നതിന്, അതുപോലെ ചർമ്മത്തിന്റെ തിളക്കവും സോഫ്റ്റ്നെസ്സും എലാസ്റ്റിസിറ്റിയും ഒക്കെ നിലനിർത്തുന്നതിന്, റിങ്കിൾസ് ഒക്കെ വരില്ലേ, ചുളിവുകളൊക്കെ വീഴുന്നതിന് നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട് ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഉള്ളിലേക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പുറമെ പുരട്ടുന്നതിനും ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം, ഏതൊക്കെ അളവിൽ ഉപയോഗിക്കണം എന്നും കൂടെ പറഞ്ഞുതരാം. അതായത് 1 ടേബിൾ സ്പൂൺ മിനിമം ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ നിത്യേന ഉപയോഗിക്കുന്നതുകൊണ്ട് വിരോധമില്ല. മാക്സിമം 2 ടേബിൾ സ്പൂൺ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അപ്പൊ അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, സലാഡ്സിലൊക്കെ, വെജിറ്റബിൾ സലാഡ്സ് ഒക്കെ, റോ സലാഡ്സ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് ഉപയോഗിക്കാം. ഇനി ബോയിൽഡ് വെജിറ്റബിൾസ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒലിവ് ഓയിൽ ചേർത്ത് ഉപയോഗിക്കാം. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ വേണം കേട്ടോ. അതുപോലെ തന്നെ വെജിറ്റബിൾ സൂപ്പുകളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലേക്കും ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ ചെറുനാരങ്ങ നീരും കൂടെ ഒക്കെ ചേർത്ത് വെറും വയറ്റിലൊക്കെ കഴിക്കുന്നവരുണ്ട്. 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ പതിവായിട്ട് രാവിലെ വെറും വയറ്റിലുള്ളിലേക്ക് കഴിക്കുന്നവരുണ്ട്. അതായത് ഈ ചർമ്മ സംരക്ഷണത്തിനും ഗട്ട് ഹെൽത്തിന്, ചെറുകുടലിന്റെയും മലൻകുടലിന്റെയും ഒക്കെ ആരോഗ്യം നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ആയിട്ട് ചിലരൊക്കെ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഒക്കെ നല്ല എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് കഴിക്കും. പക്ഷെ അവർ അതിന്റെ കൂടെ അല്പം ചെറുനാരങ്ങ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ആന്റി മൈക്രോബിയൽ എഫക്റ്റും കൂടെ ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ ഒരു ഡീടോക്സിഫൈ എഫക്റ്റ്, അതായത് ദഹനേന്ദ്രിയ വ്യൂഹത്തെയൊക്കെ ശുദ്ധീകരിക്കുന്നതിനും ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് ഗുണകരമാവും. അപ്പൊ വെജിറ്റബിൾ സൂപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയൊക്കെ ധാരാളം അരിഞ്ഞിടാം അല്ലെങ്കിൽ ചതച്ചിടാം. അതിന്റെ കൂടെ ചെറുനാരങ്ങ നീര് ചേർക്കാം. അതിലേക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ 1 ടേബിൾ സ്പൂൺ മിനിമം, മാക്സിമം 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു സംഗതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് അധികം പാകപ്പെടുത്താതെ, അതായത് ഒരു പരിധി കൂടുതൽ ചൂടാക്കാതെ, കഴിയുമെങ്കിൽ റോ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദമെന്ന് പറയപ്പെടുന്നു. നേരത്തെ പറഞ്ഞ പോലെ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് സേവിക്കുന്നവർക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഇല്ലാതാകുന്നതിന് സഹായകരമാകുന്നു. കരൾ സംബന്ധമായ രോഗാവസ്ഥകളെ തടയുന്നതിന്, കുറച്ചു കൊണ്ടുവരുന്നതിന് സഹായകരമാകുന്നു. അതുപോലെ തന്നെ ദഹനേന്ദ്രിയ വ്യൂഹത്തെ മെച്ചപ്പെടുത്തുന്നതിന്, ദഹന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുന്നുണ്ട്. അപ്പൊ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, വെജിറ്റബിൾ സൂപ്സ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മഞ്ഞള്, അതുപോലെ വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി എല്ലാം കൂടുതലായിട്ട് ചേർക്കാം. ചെറുനാരങ്ങ നീരും ചേർക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെയധികം ദഹനേന്ദ്രിയ വ്യൂഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന മറ്റൊരു സംഗതിയാണ് ഈ തിളങ്ങുന്ന ചർമ്മം, ചുളിവ് വീഴാത്ത ചർമ്മം. ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോവേര, കറ്റാർവാഴ ഉണ്ടല്ലോ, അതിന്റെ ആ ജെല്ലി ചെത്തിയെടുക്കുക. അതിലേക്ക് ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ട് അത് കുളിക്കുന്നതിനൊക്കെ മുമ്പ് ശരീരത്തിൽ പുരട്ടി തലോടുന്നതും ഒരു 10-15 മിനിറ്റ് സമയം, മാക്സിമം വരെ അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കുളിക്കുന്നത് നല്ലതാണ്. ഉള്ളിലേക്കും ഉപയോഗിക്കാം, പുറമെ പുരട്ടുന്നതിനും ഉപയോഗിക്കാൻ അർത്ഥം. മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം, അതായത് ആവണക്കെണ്ണയും ഒലിവ് ഓയിലും തുല്യ അളവിലെടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം ഈ വേദനയും നീർക്കെട്ടും ഒക്കെ തോന്നുന്ന ജോയിന്റ്സിലും മസിൽ പെയിൻ ഒക്കെ ഉണ്ടാകുമ്പോൾ കൂടെ കൂടെ പുരട്ടി തലോടി കഴിഞ്ഞാൽ ആ സ്റ്റിഫ്നെസ്സും വേദനയും ഒക്കെ ശമിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന് സഹായകരമാവുന്നതാണെന്ന് പറയപ്പെടുന്നു. മറ്റൊരു കാര്യം കൂടെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈ ബോട്ടിൽ ഒരിക്കൽ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു 6 മാസത്തിനുള്ളിലെങ്കിലും ഉപയോഗിച്ച് തീർക്കണം. അതിൽ കൂടുതൽ സ്റ്റോർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡാർക്ക് നിറത്തിലുള്ള, കടും പച്ച നിറത്തിലുള്ള പച്ചക്കുപ്പികളിലൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ കടും പച്ച നിറത്തിലുള്ള, അതായത് വെളിച്ചം കിടക്കാത്ത രീതിയിലുള്ള ചില്ലു കുപ്പികളിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇതിന്റെ ചില ആയുർവേദ പ്രോപ്പർട്ടീസ്, ശീതവീര്യമാണ്, സ്നിഗ്ധ ഗുരു ഗുണമാണ്, അതുപോലെ തന്നെ മധുര രസത്തോടു കൂടിയതാണ്. ആയുർവേദ പ്രോപ്പർട്ടീസും കൂടെ കൂട്ടിച്ചേർത്തെന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാല് ഇത്തരം പ്രയോജനങ്ങളെല്ലാം ഇതിനുണ്ട്. അതായത് മുടിവേരുകൾക്ക് ബലം നൽകുന്നതിന്,
തലയോട്ടിയിലുണ്ടാവുന്ന ഡ്രൈനെസ്സും അതുപോലെ തന്നെ താരൻ നിയന്ത്രിക്കുന്നതിന്, മുടി വളർച്ചയ്ക്ക്, മുടിക്ക് കറുത്ത നിറം നൽകുന്നതിന്, ചർമ്മത്തിലുണ്ടാവുന്ന ചുളിവുകൾ നിയന്ത്രിക്കുന്നതിന്, മാർക്കുകളും പാടുകളും ഒന്നും ഇല്ലാതെ തിളങ്ങുന്ന ചർമ്മം നിലനിർത്തുന്നതിന്, അതുപോലെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന്റെ ദഹന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുന്നു. കരളിന്റെ പ്രവർത്തനത്തിനും കരൾ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ, കോളൻ ക്യാൻസർ, സ്കിൻ ക്യാൻസർ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് സഹായകരമാവുന്നതാണ്. ഇക്കാരണം കൊണ്ടൊക്കെ തന്നെ ഇത് നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന്, അതായത് ഭക്ഷണം പാചകം ചെയ്യുന്നതിനൊക്കെ ആയിട്ട് കഴിയുമെങ്കിൽ ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത്തരവും ഗുണങ്ങളുണ്ട്. പക്ഷെ വില വളരെ വളരെ കൂടുതലാണ്. നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾക്കൊക്കെ അപ്പുറത്താണ് ഇതിന്റെ വില. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ രീതിയിലൊക്കെ ഇത് ഉപയോഗിക്കാം. ഇനി കറികൾ പാചകം ചെയ്യാനൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ അല്പം സലാഡിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാം. വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് ഉപയോഗിക്കാം. മുൻപ് പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇത് നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സംഗതി തന്നെയാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. ഉള്ളിലേക്ക് കഴിക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ആണെന്ന് ഉറപ്പുവരുത്തണം. പുറമെ പുരട്ടുന്നതിനായിട്ട് സാധാരണ രീതിയിൽ പ്രോസസ് ചെയ്തിട്ടുള്ള ഒലിവ് ഓയിൽ ആയാലും വിരോധമില്ല. ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഡോക്ടർ സേവർ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.